ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കുട്ടി ദോശയും ചട്നിയുമാണ്. കുട്ടി ദോശ എന്ന് കേട്ടാൽ നിങ്ങൾക്കറിയാമായിരിക്കും. തട്ടിൽക്കുട്ടി ദോശയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, വളരെ ഫേമസുമാണ്. പക്ഷേ പഴയ കാലത്ത് ചെറിയ ചായക്കടകളിലും ഹോട്ടലുകളിലൊക്കെ, ചെറിയ ഹോട്ടലുകളാണ്, ഇന്നത്തെ പോലത്തെ ഹോട്ടലൊന്നുമില്ല. അന്ന് ഇതുപോലെ തട്ടിൽ പഴുപ്പിച്ചിട്ട് അതിനകത്ത് ഒത്തിരി ദോശ ഒരുമിച്ചുണ്ടാക്കുന്ന ഒരു രീതിയാണത്. ഞാൻ ഈ കുട്ടി ദോശ എൻ്റെ ചെറിയ തവയിലുണ്ടാക്കിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ദോശയ്ക്ക് വേണ്ട മാവ് അരയ്ക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഈ കപ്പിന് 1 കപ്പ് അരി കുതിർത്തിയതാണ്. അപ്പോൾ ഒരു 1.5 കപ്പ് അരി ഉണ്ടായിരുന്നു കുതിർത്ത് വന്നപ്പോഴേക്കും. ഞാനിത് രാവിലെ വെള്ളത്തിലിട്ടതാണ്. എന്നിട്ടിപ്പോൾ വൈകിട്ട് ഒരു 7 മണി ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിത് അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ 1.5 കപ്പ് കുതിർത്തിയ അരിയാണ് ഞാനിപ്പോൾ ഈ ജാറിലേക്ക് ഇടുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈ കപ്പിന് തന്നെ 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അരി ആദ്യം അരച്ചില്ലെങ്കിൽ ദോശ ആയതുകൊണ്ട് നുറുക്ക് വേണ്ട. അതുകൊണ്ട് അരി ആദ്യം നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഉഴുന്ന് ചേർക്കുന്നത്. അപ്പോൾ ഈ അരി 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അതായത് നുറുക്കില്ലാതെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ അരി തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഇതുപോലെ അരഞ്ഞ് കിട്ടില്ല. അതാണ് ഞാൻ വളരെ കുറച്ച് വെള്ളം ചേർത്തത്. അതായത് 1/2 കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഉഴുന്ന്, അതായത് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് കേട്ടോ. അത് ഞാൻ കുതിർത്തിയപ്പോൾ 1/4 കപ്പ് കുതിർത്തിയ ഉഴുന്ന് കിട്ടി. ഇത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഉഴുന്നിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ഒരു 1/4 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് ചോറാണ് ചേർക്കുന്നത്. സെയിം കപ്പിന് തന്നെയാണ് 1 കപ്പ്. ഇത് മട്ട റൈസിൻ്റെ ചോറാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. വേറെ ചോറൊന്നും ഞാൻ ചേർത്തിട്ടില്ല, വെള്ളരിയല്ല, മട്ട റൈസിൻ്റെ ചോറാണ് നന്നായിട്ട് വേവിച്ചത്. അത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ആ റൈസും എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ബാറ്റർ. ഇത് ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്കാണ് ഞാൻ ഒഴിച്ച് വയ്ക്കുന്നത്. കാരണം ഇപ്പോൾ ഭയങ്കര മഴയും തണുപ്പുമാണ്. അപ്പോൾ മെറ്റലായിട്ടുള്ളതിന് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് കൊണ്ട് മാവ് പൊങ്ങിക്കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിത് ഇതുപോലുള്ള പ്ലാസ്റ്റിക് പാത്രത്തിൽ എടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഞാൻ റൈസ് കുക്കറിനകത്തേക്ക് എടുത്ത് വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അറിയില്ല, നാളെ രാവിലെ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6 മണിയാണ് സമയം കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ റൈസ് കുക്കറിനകത്ത് വെച്ചിരുന്നതാണ്. ഒരു പ്ലാനലിൻ്റെ തുണി കൊണ്ട് ഞാൻ പൊതിഞ്ഞൊക്കെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇത് ഏകദേശം പൊങ്ങിയിട്ടുണ്ട് കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നല്ല ചൂട് സമയമാണെങ്കിൽ ഈ പാത്രത്തിൻ്റെ പകുതിയോളം പൊങ്ങി വരും. അത്രയും നന്നായിട്ട് പൊങ്ങും. ഇത് ഏകദേശം പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്തിട്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി നമുക്കിത് മൂടി വയ്ക്കാം. ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ആ അരമണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം. ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 മുറി തേങ്ങ ചിരക്കി എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഒരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 8-10 ചെറുള്ളി അരിഞ്ഞ് ചേർക്കണം. പിന്നെ ഒരു ഞെട്ട് വേപ്പിലയുടെ ഫ്രഷ് വേപ്പില ആയിരിക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി, 2 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട്, ഞാൻ ഇന്ന് പൊട്ടിച്ച തേങ്ങയുടെ വെള്ളമാണത്. അതുപോലെ നിങ്ങൾക്ക് തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ചട്നിക്ക്. പിന്നെ തേങ്ങ വെള്ളം ഇല്ലാത്തവർ അത് ചേർക്കണ്ട കേട്ടോ. അതിന് പകരം വെള്ളം ചേർത്താൽ മതി. വെള്ളം ചേർത്ത് നന്നായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ആ തേങ്ങ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. നല്ല കട്ടിയായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇത് താളിച്ചിടൂലേ, ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ലൂസാക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ലൂസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക്
മൺചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ ചേർക്കുക. എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. നമ്മളുടെ ചട്നിക്കൊക്കെ വെളിച്ചെണ്ണയിൽ താളിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോഴാണ് നമ്മൾ കടുക് ചേർക്കുന്നത്. അപ്പോൾ ഈ ചട്ടി ഒന്ന് എണ്ണ അരികിലൊക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ചട്ടിയുടെ കരിഞ്ഞ മണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുറ്റിക്കണത്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് നല്ല ഫ്രഷ് വേപ്പില ചേർക്കുക. വേപ്പിലയും ചേർക്കുക. പിന്നെ നമ്മൾ ഒരു 8-10 ഉള്ളി വട്ടത്തിലരിഞ്ഞത് അതും വേണം, അത് ഇതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് ഈ ഉള്ളി നല്ല ചുവന്ന നിറമാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. നല്ല ബ്രൗൺ നിറമാവില്ലേ, ആ സമയമാകുമ്പോൾ നമുക്കറിയില്ലേ താളിച്ചിടണത്. ഈ കളറാകുമ്പോഴേക്കും ഇതിലേക്ക് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യുകയാണ്. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും കുറേ നേരം. സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർക്കുകയാണ്. പിന്നെ ചിലർക്ക് ഇത് വറ്റൽമുളക് പൊട്ടിക്കുന്ന കാച്ചിയിടും. അത് ചെയ്യണമെങ്കിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളക് ചേർത്തിട്ട് ബാക്കിയുള്ള ചേരുവകളും ഒപ്പിച്ചെടുക്കാം. ഞാനിതുപോലെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല, കാരണം ചട്ടി നല്ല ചൂടാണ്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ താഴെയുള്ള ഭാഗം പെട്ടെന്ന് ഇത് ചൂടാവും, അപ്പോൾ ടേസ്റ്റ് പോവും. തേങ്ങ അധികം ചൂടാകരുത്. അപ്പോൾ ഞാൻ ആ ജാറൊന്ന് വെള്ളമിട്ട് ചുറ്റിച്ചതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ലൂസാക്കി എടുക്കാം. ആവശ്യമുള്ള ലൂസ് അനുസരിച്ച് വെള്ളം ചേർക്കാം. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളത്തിൽ നിന്ന് ഇതിലേക്ക് ചേർക്കാൻ ശ്രദ്ധിക്കുക. ടാപ്പിലെ വെള്ളം ഡയറക്റ്റ് വെള്ളം ചേർക്കരുത്, കാരണം നമ്മളിത് ചൂടാക്കില്ല. കൂടുതൽ നേരം ഒന്ന് ചൂടാക്കാത്തത് കൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ ഫിൽറ്ററിൽ വെള്ളമോ ചേർത്ത് ഇത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒന്ന് ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. അതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് ചേർക്കുക. ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നത്. മൺചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. നമുക്കിത് മാറ്റി വയ്ക്കാൻ വന്നിട്ട് നമുക്ക് ദോശ ചുടാം. കുട്ടി ദോശ ഉണ്ടാക്കാൻ ഞാനിവിടെ ദോശത്തവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അല്ലാതെ എനിക്ക് തട്ടൊന്നുമില്ല. ചായക്കടയിലും പിന്നെ അതുപോലെ ഹോട്ടലുകളിലൊക്കെ ഉപയോഗിക്കുന്ന ആദ്യം തട്ടൊന്നും എൻ്റെ കയ്യിലില്ല. ഞാനിത് ഇപ്പോൾ ഈ പാനിൽ തവയിൽ തന്നെ കുട്ടി ദോശ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. തവ ചൂടായി കഴിയുമ്പോഴേക്കും എണ്ണ തടവിയിട്ട് ചെറിയ ഇതുപോലെ ചെറിയ കുട്ടി ദോശയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. കൂടുതൽ അങ്ങോട്ട് പരത്തില്ല, നല്ല കട്ടിയിലാണ് ഇതുണ്ടാക്കുന്നത്. തട്ടിലാവുമ്പോൾ നമുക്ക് വേഗം ഒഴിച്ചു കൊടുക്കാം. ഞാനിത് പാനിലാവുമ്പോൾ തമ്മിൽ മുട്ടാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇത് തട്ടിലാവുമ്പോൾ ഒരു 10 ദോശയൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഇത് അവസാനത്തെ ദോശ ഇട്ട് കഴിയുമ്പോഴേക്കും ആദ്യത്തത് മറിച്ചിടാനാവും. അപ്പോൾ അത് അവർ മറിച്ചിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിതിപ്പോൾ കവർ ചെയ്താണ് വേവിക്കാൻ പോകുന്നത് കേട്ടോ. എനിക്ക് മറിച്ചിടുന്നത് അത്ര ഇഷ്ടമല്ല, പക്ഷേ മറിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. കാരണം കട്ടിയിലാണ് ദോശ ഇരിക്കുന്നത്. അപ്പോൾ മറിച്ചിട്ടില്ലെങ്കിൽ അത് വേഗില്ല. നമ്മളിപ്പോൾ കവർ ചെയ്താണ് എടുക്കുന്നത്, അപ്പോൾ വേഗവും കണ്ടോ ഇതുപോലെ നല്ല ഭംഗിയിൽ നല്ല കട്ടിയായിട്ടുള്ള ദോശയായിരിക്കും. മോള് ഭാഗം കുറച്ച് മുരിഞ്ഞത് പോലെ ഇരിക്കും. അതാണ് ശരിക്കും തട്ടിലെ കുട്ടി ദോശ. അപ്പോൾ ഞാൻ ആ തട്ടിൽ കുട്ടി ദോശയൊക്കെ ഞാനിവിടെ തവയിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, കട്ടിയായിരിക്കും. പിന്നെ ഇത് തമിഴ്നാട് സൈഡിലോട്ടൊക്കെ നമ്മൾ ടൂറിന് പോകുന്ന സമയത്തൊക്കെ ഇതേപോലത്തെ തന്നെ ദോശയായിരിക്കും അവിടെ കിട്ടുന്നത്. കുറച്ച് വട്ടത്തിൽ കുറച്ച് കട്ടിയിലൊക്കെ ആയിരിക്കും. അത് പല രീതിയിലാണ് ആളുകൾ ഉണ്ടാക്കുന്നത്. ഇത് തട്ടിൽ പഴയ കാലത്തെ ഹോട്ടലുകളിലൊക്കെ രാവിലെ എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകും ഇത്. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തട്ടിൽ ഇങ്ങനെ ഇതുപോലെ ഒത്തിരി ദോശ കൂട്ടത്തോടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനും ഇത് തവയിൽ തട്ടിൽ കുട്ടി ദോശ ഉണ്ടാക്കി, ചട്നി ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും
ഇതുപോലെ തട്ടിൽക്കുട്ടി ദോശ ഉണ്ടാക്കി കഴിക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. സംഭവം പറഞ്ഞതുപോലെയൊന്നുമല്ല, വളരെ സിമ്പിളാണ്. കാര്യം വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. പാനിൽ പരത്തി ഉണ്ടാക്കുന്നതിന് പകരം കട്ടിയായിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മറിച്ചിടാൻ വളരെ എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ദോശത്തവയിലും ചെറിയ ചെറിയ കുട്ടി ദോശ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.